തൽഖീനുൽ മയ്യിത്ത് യുസന്നു തൽഖീനു ബാലിഗിൻ ബാലിഗിനക്ക് തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താക്കപ്പെടും. അപ്പോൾ ബാലിഗിനക്കാണ് സുന്നത്ത്. അപ്പോൾ തൽഖീൻ എന്തല്ല, ഒരു നിർബന്ധമുള്ള ഒരു സംഗതിയൊന്നുമല്ല, അത് സുന്നത്താണ്. കുളിപ്പിക്കൽമാരി കഫൻ ചെയ്യൽമാരി ഒന്നും എന്തല്ല, നിർബന്ധമുള്ളതല്ല. പക്ഷെ സുന്നത്താവലോട് കൂടെ തന്നെ അത് ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട്. ആ കൂടി നിന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു അവർക്കും കൂടെ ഉള്ള ഒരു തെൽക്കീനായിട്ട് ഇത് മാറുകയാണ്, മയ്യിത്തിനുള്ള ഒരു തെൽക്കീനായിട്ട് മാറുകയാണ്. മാത്രമല്ല കൂടി നിന്ന ആളുകൾക്ക് ആ ആളുകൾക്ക് കുറേ പാഠം തെൽക്കീനിലൂടെ പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞ് മറുലോകത്തെത്തിക്കഴിഞ്ഞാലും അവരോട് ദുനിയാവിലുള്ള ആളുകൾക്ക് സംവദിക്കാനുള്ള ഒരവസരം അവിടെ ബാക്കിയുണ്ട്. ആ തൽഖീൻ എന്ന് പറഞ്ഞാൽ അവരെ പുതുതായി ഒന്നും പഠിപ്പിച്ചു കൊടുക്കുകയല്ല, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നുണ്ട്, പിന്നെ ഉദുക്കുരില്ലഹ്ദല്ലദീ കുന്ത അലൈഹി, നീ പാലിക്കാൻ നിർബന്ധമായിരുന്ന ഒരു കരാറൊന്ന് ഓർത്തു നോക്കു മകനെ എന്ന് പറഞ്ഞിട്ട് മയ്യിത്തിനെ ഓർമ്മപ്പെടുത്തുന്നത് തൽഖീനിൻ്റെ തീമാണ്. അതാണ് തൽഖീനിൻ്റെ തീം. എന്നിട്ട് സ്വർഗത്തെയും നരകവുമൊക്കെ സത്യമാണെന്ന് പറയുകയും നിന്നെ സമീപിക്കാൻ പോകുന്ന മലക്കുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരങ്ങൾ, ആ ഉത്തരങ്ങൾ അവനറിയാം, അത് അവനെന്താക്കാണ്, ഓർമ്മപ്പെടുത്തുക. അതെന്താ, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. നബിയെ അങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഈ ഓർമ്മപ്പെടുത്തലുകൾ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും, മുനാഫിക്കുകൾക്ക് ഉപകരിക്കൂല. മുനാഫിക്കുകൾക്ക് വഅദ് കേൾക്കാൻ താല്പര്യമുണ്ടാകൂല. വെള്ളിയാഴ്ച ദിവസങ്ങളിലും നോമ്പ് സ്പെഷ്യലായിക്കൊണ്ടും ബറാഅത്തുലും മിഅ്റാജിലും മഹ്ളറത്തുൽ ബദരിയക്കും മജ്ലിസ് നൂറിനുമെല്ലാം ഉസ്താദുമാർ അവിടെ വഅലുകൾ ഉണ്ടാക്കും, ഉദ്ബോധന പ്രസംഗങ്ങൾ ഉണ്ടാക്കും. അവിടൊക്കെ എന്തെന്നെ പറയാനുള്ളത്? പുതിയ വഹി ഇറങ്ങിയതല്ല അവിടെ പറയാനുള്ളത്, എല്ലാം പഴയ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. എല്ലാ ദിവസവും ജുമയിൽ ഖുതുബയിൽ ഖതീബുമാർ ഹംദും സ്വലാത്തും ഒക്കെ കഴിഞ്ഞ് തഖ്വ കൊണ്ടൊക്കെ വസിയത്ത് ചെയ്ത് പ്രത്യേകമായൊരു പ്രമേയവും കൂടെ ഉണ്ടാകും. ആ പ്രമേയവും പറഞ്ഞതിൻ്റെ ശേഷം കടുകട്ടി ഭാഷയിൽ അവരോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മകനെ നീ സൂക്ഷിക്കണം, നാം ചെന്നെത്താനുള്ളത് നരകത്തിലേക്കാണ്, സമയങ്ങൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് മരണത്തിൻ്റെ ഒരു ഗൗരവം അങ്ങനെ അവിടെ പറഞ്ഞു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ശേഷം അത് കഴിഞ്ഞാൽ ആ ഖുതുബയിൽ പറഞ്ഞതിന് ഉസ്താദുമാർ മലയാളീകരിച്ചുകൊണ്ട് എന്താണെന്നും പറയാറുണ്ട്. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഒരു തദ്കീർ, ഓർമ്മപ്പെടുത്തലുകൾ നാം നേടിക്കൊണ്ടിരിക്കണം. നമ്മെ ഓർമ്മപ്പെടുത്താൻ ഇവിടെ പലതുമുണ്ട്. ഇവിടെ പെയ്യുന്ന മഴകളും ഇവിടെ ഇരിക്കുന്ന വെയിലുകളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും നാം നടന്നു പോകുമ്പോൾ നാം കാണുന്ന പള്ളിക്കാടുകളും ജനനങ്ങളും മരണങ്ങളും ചൂരൽമലകളും അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ദുനിയാവ് നശ്വരമാണ്. ദുനിയാവ് നശ്വരമാണ്, അതെന്ത് ചെയ്യും, നശിച്ചു പോകുന്നതാണ്, നാശോന്മുഖമായ ഒന്നാണ്. അനശ്വരമായ ലോകത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നാം ചെയ്യേണ്ടത് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ. ആ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖബറാളിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ തൽഖീൻ എന്ന് പറഞ്ഞ തൽഖീൻ്റെ വാക്കർത്ഥം, വേർഡ് മീനിങ് ഇട്ട് കൊടുക്കുക എന്നാണ്. റിമൈൻഡ്, ഇട്ട് കൊടുക്കുക എന്നൊക്കെ തൽഖീൻ്റെ അർത്ഥം. അപ്പോൾ യുസന്നു തൽഖീന് ബാലിഗിൻ, ബാലിഗിനൊക്കെ തൽഖീന് ചൊല്ലൽ സുന്നത്താക്കപ്പെടും. വലോ ഷഹീദൻ, അത് ഷഹീദാണെങ്കിലും ശരി. അപ്പോൾ ഷഹീദിനക്ക് മറ്റു കാര്യങ്ങളില്ലല്ലോ, കുളിപ്പിക്കലും മൈത്തിസ്കാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതാണ് ഷഹീദൻ എന്നവിടെ ഗോയത്തിട്ട് പറഞ്ഞു. അത് ബഅദ തമാമി ദഫിനി, ദഫിന് പൂർണ്ണമായതിനു ശേഷം. അപ്പോൾ ഫയജിലിസുൽ മുലഖിനു, തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നവൻ ഇരിക്കണം, ഖുബാലത്ത വജിഹിഹി, മയ്യത്തിൻ്റെ മുഖത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇരിക്കണം. വൽ ഹുല്ലാറു വുഖൂഫുൻ, അവിടെ സന്നിഹിതരായ ആളുകളൊക്കെ നിൽക്കുകയും വേണം. അപ്പോൾ അവരൊക്കെ നിന്ന്, മുലഖിൻ ഖിബലയിലേക്കല്ല തിരിയേണ്ടത്, ഖബറാളിയുടെ മുഖത്തേക്ക്. ഖബറാളിയുടെ മുഖം ഖിബലയിലേക്കാണ് ഉണ്ടാവുക. മുലഖിന് അപ്പോൾ ഖിബലയിലേക്ക് പിന്തിരിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, തദ്രീസ്
നടത്തണം, ട്യൂഷൻ കൊടുക്കണം. മുജാഹിദ് ബാലുശ്ശേരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്യൂഷൻ കൊടുക്കുക. അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടാണ് ഇതിനെ ട്യൂഷൻ എന്ന് പറഞ്ഞത്. അത് ആക്ഷേപിച്ച് പറഞ്ഞാലും അത് ശരി തന്നെ, ട്യൂഷൻ തന്നെയാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അധ്യാപകർ ഒരുപാട് സമയം പഠിപ്പിച്ചു കൊടുത്ത സംഗതിയെ കുറഞ്ഞ സമയം കൊണ്ട് ട്യൂഷൻ ടീച്ചർ അതിനെ ആ കുട്ടിയിലേക്ക് പകർന്നു കൊടുക്കുന്നു. എന്നതുപോലെ അവൻ അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ട് ഈ ദുനിയാവിൽ ജീവിച്ച അത്രയും കാലം അവനുണ്ടായിരുന്ന കരാറുകളെയും അവൻ നടത്തി കേട്ടിരുന്ന, വിശ്വസിക്കേണ്ടിയിരുന്ന, പാലിക്കേണ്ടിയിരുന്ന കർമ്മമണ്ഡലങ്ങളെയും വിശ്വാസമണ്ഡലങ്ങളെയും എല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്, അതൊരു ട്യൂഷൻ തന്നെയാണ്. ദ ലാസ്റ്റ് ട്യൂഷനാണ്. ഫീസൊന്നുമില്ലാത്ത, ട്യൂഷൻ ക്ലാസ് അധികമില്ലാത്ത, പരീക്ഷകൾക്ക് പെട്ടെന്ന് പരീക്ഷയുടെ റിസൾട്ടിന് ഉടനെ വരുന്ന 1-2 മിനിറ്റ് മാത്രം പരീക്ഷയ്ക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകൾ ചോദ്യങ്ങളും വരുന്നതിന് മുമ്പുള്ള അവസാനത്തെ ട്യൂഷൻ തന്നെയാണ്. അള്ളാഹു തആല നല്ല നിലക്ക് മലക്കുകളോട് ഉത്തരം പറയുവാനുള്ള കരുത്തും ആർജവും അള്ളാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഫയഖൂലു, ഈ മുലക്കിന് ഓർമ്മപ്പെടുത്തുന്നവൻ പറയണം, യാ അബ്ദല്ലാഹ് ഇബ്ന അമത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമയുടെ, അടിമ പറഞ്ഞ ഇവിടെ അമത്ത് പറഞ്ഞ അടിമ, അടിമയുടെ മകനായ അബ്ദുള്ളേ, ഉദുക്കുർ നീ ഓർക്ക് മോനെ, അൽ അഹ്ദ ഒരു കരാറിനെ, അല്ലദീ ഖറജ്ത അലൈഹി മിന ദുനിയ ആ ദുനിയാവിൽ ഇതിന്റെ മേലിലാണ് ദുനിയാവിൽ നീ പുറപ്പെട്ട്. ഇപ്പൊ ഓനിപ്പോ എവിടെയുള്ളത്? ഓൻ ദുനിയാവിന്ന് പോയി. ഖബർ കിടക്കുന്ന ആൾ എങ്ങോട്ട് പോയി? ഇപ്പൊ ദുനിയാവ് പോയി. ദുനിയാവിൽ ഇനിയിപ്പോ അവനക്ക് ഒന്നുമില്ല. ദുനിയാവിനെ സംബന്ധിച്ച് ദുനിയാവിൻ്റെ ഒന്നും ഇല്ല. അവൻ കിടക്കുന്ന പള്ളിക്കാടിൻ്റെ സമീപത്താണെങ്കിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോണ്ട. അവിടെ റമളാന്റെ പൊന്നമ്പിളി വരും, നോമ്പ് നോക്കണ്ട. ഹജ്ജിന്റെ സമയമായി കഴിഞ്ഞാൽ ഹജ്ജിന് പോകേണ്ട ഒരു കർമ്മവും അവൻ അവിടെ ഇല്ല. ആ നാട്ടിൽ ഇദ്ദേഹം മരണപ്പെട്ടു പോയ സമയത്ത് പള്ളിയിൽ ജമാഅത്തിന് ആളില്ല, ഇദ്ദേഹം കുറ്റക്കാരനാവില്ല. ദുനിയാവിൻ്റെ എല്ലാം അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പം അയാൾ എവിടെയാണുള്ളത്? ഇപ്പം അയാൾ ആഖിറത്തിലേക്കുള്ള ആദ്യ വിരുന്നിലാണ്. അൽ ഖബറു അവ്വലു മൻസിലി മിൻ മനാസിൽ ആഖിറ. ആഖിറത്തിൻ്റെ ഒരുപാട് മൻസിലുകളുണ്ട്. ആ മൻസിലിലെ ദ ഫസ്റ്റ് മൻസിലിലാണ് ഇപ്പോൾ അവനുള്ളത്. അപ്പോൾ അവനോട് ദുനിയാവെന്ന് പുറപ്പെട്ട വർത്തമാനങ്ങളാണ് ഇപ്പോൾ അവനോട് പറയേണ്ടത്. അതാണ് പറഞ്ഞത്, ഉദ്കുരിൽ അഹ്ദല്ലദീ ഖറജ്ത അലൈഹി മിന ദുനിയ, ആ ഒരു കരാറിന് നീ ഓർക്ക്. ആ കരാർ അതായത് ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇതാണ് ആ ഷഹാദത്തായ കരാറ്. പിന്നെന്തും നീ ഓർക്കുമോനെ, വ അന്നൽ ജന്നത ഹഖ്, സ്വർഗം സത്യമാണ്. വ അന്നൻ നാറ ഹഖ്, നരകവും സത്യമാണ്. വ അന്നൽ ബഅസ ഹഖ്, ഖബറിൽ നിന്നൊരിക്കൽ മഹ്ശറയിലേക്കുള്ളൊരു റിസറക്ഷൻ, ഒരു പുനരുജ്ജീവനമുണ്ട്, അത് സത്യമാണ്. വ അന്ന സഅത ആതിയ, ഖിയാമത്ത് നാൾ വരുന്നതാണ്. ലാ റൈബ ഫീഹാ, നിസ്സംശയം. വ അന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, അല്ലാഹു തആല ഖബറുള്ളവരെല്ലാവരെയും ജീവിപ്പിച്ചു പറഞ്ഞയക്കും. പിന്നെന്തും ഓർക്കണം, വ അന്നക റളീത ബില്ലാഹി റബ്ബാ, അള്ളാഹുവിനെ കൊണ്ട് റബ്ബായി നീ പൊരുത്തപ്പെട്ടില്ലേ. അബിൽ ഇസ്ലാമി ദീന, പരിശുദ്ധമായ മതത്തെ ജീവിത മാർഗമായിക്കൊണ്ട്, മതമായിക്കൊണ്ടും നീ തൃപ്തിപ്പെട്ടില്ലേ. വബി മുഹമ്മദിൻ സയ്യിദിനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായിട്ടും നീ ഇഷ്ടപ്പെട്ടല്ലോ, പൊരുത്തപ്പെട്ടല്ലോ. വബിൽ ഖുർആനി ഇമാമാ, ഖുർആനിനെ ഇമാമായിട്ടും. വബിൽ ഖഅബതി ഖിബ്ല, കഅബയെ ഖിബ്ലയായിട്ടും. വബിൽ മുഅ്മിനീന ഇഖ്വാന, സത്യവിശ്വാസികളെ സഹോദരന്മാരായിട്ടുമൊക്കെ. റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല. അലൈഹി തവക്കൽതു, അവൻ്റെ മേൽ ഭരവും ഏൽപ്പിച്ചു. വഹുബ റബ്ബുൽ അർശിൽ അലീം, അലീമായ അർശിൻ്റെ പരിപാലകനാണവൻ. ഇത് തൽഖീനിൻ്റെ ഒരു ശൈലിയാണ്. വേറെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വേറെ ചില ശൈലികളുണ്ട്. അവിടെ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും, ഇദാ ജാഅകൽ മലക്കാനിൽ കരീമാനിൽ ഹഇലാനിൽ അളീമയാനിൽ മുസമ്മയാനി ബിമുൻകരിൻ വനകീർ, മുൻകർ നക്കീർ എന്ന് പേര് വെക്കപ്പെട്ട ഭീമാകാരന്മാരായ
വമ്പൻ രണ്ട് മലക്കുകൾ വന്നുകൊണ്ട് നിന്നെ എണിച്ചിരുത്തിക്കൊണ്ട് അവരോട് നിന്നോട് ചോദിച്ചാൽ സഅലാക മൻ റബ്ബുക വമൻ നബിയുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചാൽ നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറയുന്ന തൽക്കീന് ധാരാളം ശൈലികളുണ്ട്. അപ്പം ഇതൊക്കെ ശൈലിയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്നും കഅബ ഖിബലയാണെന്നും ഖുർആൻ ഇമാമാണെന്നും സത്യവിശ്വാസികൾ സഹോദരന്മാരാണെന്നും മതം ദീനാണെന്നും അതെല്ലാം തൃപ്തിപ്പെട്ട് റാഹത്തായിക്കൊണ്ട് റാളിയായിക്കൊണ്ടാണ് നീ ഇങ്ങോട്ട് പോയത് എന്ന് ഒരു സത്യവിശ്വാസിയോട് പറയുന്ന ഒരു ഗുഡ് ഓമനാണ് അവിടെ സംഭവിക്കുന്നത്. സത്യവിശ്വാസിയായി ജീവിച്ച് പക്ഷെ കാലത്തിൻ്റെ കെടുതികളിൽ എപ്പോഴെങ്കിലും ഈമാൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഈമാൻ നഷ്ടപ്പെടുന്ന വല്ല വർത്തമാനങ്ങളോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ അതൊന്നും ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. ദുനിയാവിൽ വെച്ചുകൊണ്ട് അവൻ പുറപ്പെട്ട വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവനോട് നമ്മൾ സംവദിക്കുന്നു. അങ്ങനെ അവിടെ ചോദിച്ച മലക്കുകൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയും. സത്യവിശ്വാസികൾക്ക് ഉത്തരം പറയാൻ പറ്റണം. ഖബറിൽ ചോദ്യങ്ങളില്ലാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ചില റിവായത്തുകളിലൊക്കെ വന്നത് പ്രകാരം വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ട് ജുമഅയുടെ മുമ്പായിക്കൊണ്ട് ഖബറടക്കം നടന്നു കഴിഞ്ഞാൽ അവിടെ ചോദ്യങ്ങളുടെ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില ഓഫറുകളൊക്കെ അതിലുണ്ട് എന്നതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് ചോദ്യങ്ങളില്ല എന്നുള്ളതല്ല. ഖബറിലെ ചില പ്രയാസങ്ങളൊക്കെ അതിൽ നിന്ന് എന്തായി കിട്ടും, മാറിക്കിട്ടും. പിന്നെ ഖബറിലെ ഫിത്നയെ തൊട്ട് രക്ഷ നേടുന്ന ധാരാളം കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്ത് തബാറക്ക് ഓതുന്നതൊക്കെ ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ റാഹത്താവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അൽ ത- ഖബർ ഇൻഷാ അള്ളാ തിരുനബിയുടെ ഉമ്മത്തായിക്കൊണ്ട് ആ ഉമ്മത്തിന് അങ്ങനത്തെ ഒരു ഓഫറുകൾ അവിടെ ഉണ്ട്. അത് നമ്മളന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, ചില സൂചനകളൊക്കെ നൽകിയിട്ട് അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ഉമ്മത്തായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓഫർ നബിയുടെ ഉമ്മത്തിന് മാത്രമേ ഖബർ ശിക്ഷ ഉള്ളൂ എന്നുള്ളതാണ്. മറ്റു സമുദായങ്ങൾക്കൊന്നും എന്തില്ല, ഖബർ ശിക്ഷ ഇല്ല. അപ്പം ഉള്ളത് എന്ത് ചെയ്യും, അതുകൊണ്ട് ഖബറിൽ അങ്ങോട്ട് തീരുകയാണെങ്കിൽ ഉള്ളതാവും. അപ്പം ഇനി ഖബറിൽ നിന്നുള്ള കൂടെ ശിക്ഷക്കുള്ള തടയാനുള്ള മാർഗങ്ങൾ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ മുമ്പ്, ഞാൻ ഓതി തന്നിട്ടുണ്ട്. ഖബറിന്ന് കൂലി കിട്ടും. ശരി ചെയ്തതെന്ന് പറഞ്ഞാൽ ഖബറിൽ നിന്ന് കൂലി കിട്ടുന്ന ഇപ്പൊ കുറച്ച് മുമ്പ് ഞാന് ഉം, അല്ല ആ ആ ആ ആ ആ. അതുണ്ട് ഉണ്ട്. ആ ഉം. അതായത് അതാ ഇല്ല അതന്നെ, അത് എല്ലാ നന്മക്കും പ്രതിഫലം ഖബറിൽ കിട്ടുമെന്നും നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. എല്ലാ നന്മക്കും കൂടെ ഖബറിൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. ഖബറിൽ ഉപകരിക്കുന്ന അമലുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇതിന് പറഞ്ഞിട്ടുണ്ടല്ലോ. യത്ബഉൽ മയ്യിത്ത സലാസത്തുൻ, ഖബറിൽ മയ്യത്തിനെ മൂന്നെണ്ണം പിന്തുടരും. അഹ്ലുഹു വ മാലുഹു വ അമലുഹു, അവൻ്റെ അഹ്ലും മാലും ഒക്കെ എന്ത് ചെയ്യും, തിരിച്ചു പോരും. യബ്ഖാ അമലുഹു, അവൻ്റെ അമൽ അവിടെ ബാക്കിയാകുമെന്ന് പറഞ്ഞതിൽ അവൾ പറഞ്ഞിട്ടുണ്ട്. വേറെ സയ്യിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, പിന്നെ സ്വാലിഹായ സന്താനങ്ങളും ജാരിയായ സ്വതക്കകളും ഉപകാരപ്രദമായ ഇൽമുകളും ഖബറിൽ ഉപകരിക്കും എന്ന് പറഞ്ഞ സമയത്ത് അവിടെ എന്ത് ചെയ്തിട്ടില്ല, നോമ്പിനെയും ഹജ്ജിനെയും സ്വതക്കനെയൊന്നും ഇപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും ഈ ഖുർആാനോത്തും സ്വതക്കയും പള്ളിയിലേക്കുള്ള നടത്തങ്ങളൊക്കെ ഖബറിൽ ശിക്ഷയ്ക്ക് ബ്ലോക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ പ്രതിഫലം അവിടെ തൂക്കി കിട്ടിയെന്ന് അവിടെ വരില്ല. അതിൻ്റെ അത് എത്രയാണ് അതിൻ്റെ തോതനുസരിച്ച്, അതിൻ്റെ ദറജ അനുസരിച്ച് കൊണ്ട് അവനക്ക് സ്വർഗത്തിലെ പദവി അവിടെ നിശ്ചയിക്കുന്നില്ല. നമ്മളൊരു സ്ഥലത്ത് പോയി കിടക്കുകയാണ്. ആഖിറത്തിലേക്കുള്ള നമ്മുടെ ജേണിയിലെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടെ നമുക്ക് റാഹത്തായി കിടക്കാം. അതാണ് ഒരു ഖബറിൻ്റെത് വരുന്നത്. അപ്പം ഇനി ഒരാൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകുക, നല്ല നിലക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല നിലക്ക് ഒരാൾ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിനെ പിടിച്ച് നരകത്തിലിടേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം ജീവിതകാലത്ത് ചില പിഴവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെത് ഖബറിലും കൂടെ എന്ത് ചെയ്തു, കൊടുത്തു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ എന്ത് ചെയ്തിക്കണേ,
എല്ലാം അനുഭവിച്ച് തീർന്നിട്ടുണ്ട്. അദ്ദേഹം തെറ്റുകളുണ്ടായിരുന്നു, തൗബ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ തെറ്റുകളുണ്ടായിരുന്നേ, അത് നന്മയുടെ ഊക്കുകൊണ്ട് തിന്മകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അത് പരിശുദ്ധ ഖുർആനല്ലേ സാക്ഷി. ഇന്നൽ ഹസനാത്തി യുദ്ബിന സയ്യിആത്ത്, സയ്യിഅത്തുകളെ ഹസനാത്തുകൾ എന്താക്കി കളയും, മാച്ചു കളയുന്ന. അപ്പൊ ഹസനത്തുണ്ട്. അപ്പൊ ഈ ഹസനത്തിന്റെ കൂട്ടത്തിൽ മഹാന്മാർ തൗബകളെയും എണ്ണിയിട്ടുണ്ട്. അപ്പൊ തൗബ നന്മകൾ എന്ത് ചെയ്യും, സോറി തിന്മകൾ എന്ത് ചെയ്യും, മായ്ച്ചു കളയും. അതാണ് ഖബറിൽ ഉപകരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം. ഉം. ആ, 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 ആ. ഓ, കഴിച്ചില്ലോ കഴിച്ചില്ലോ. അത് കൃത്യമായ പ്രതിഫലങ്ങളല്ല. അത് ഞാൻ പറഞ്ഞ മാതിരി അത് ഓരോ പ്രതിരോധങ്ങൾ, കൃത്യമായ പ്രതിഫലം പിന്നെ യൗമുൽ ഖിയാമയിലാണ്. മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുദ്ദീനിന്റെ ഉടമസ്ഥനെ അള്ളാഹു എന്ന് പറഞ്ഞ മാതിരി അവിടെ വന്ന് മൊത്തത്തിൽ എല്ലാ കണക്കും ഇതൊക്കെ നോക്കി നമ്മുടെ കൃത്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ആയുസ്സും എല്ലാ കണക്കെടുപ്പും എവിടെ വെച്ചിട്ടാണ്? അത് പിന്നെ ഇവിടെ തന്നെ ഹിസാബില്ലാതെ തന്നെ പോകണം. ഇത് ഞാൻ കേട്ടു, ഒരിടത്ത് കേട്ട്, പ്രഭാഷണത്തിൽ കേട്ട്, പിന്നെ മൻ ഹൂസിബ ഉദ്ദിബ, ഹിസാബ് നടത്തിയാൽ ശിക്ഷ ഉണ്ട്. ഹിസാബ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയുടെ വകുപ്പ് അത് അങ്ങോട്ട് ചോദിക്കാൻ നിന്നാ പിന്നെ എന്തുണ്ടാവും, കൃത്യമായിട്ടുണ്ടാവും. പിന്നെ എന്ത് ചെയ്യണം, ഒറ്റയടിക്ക് അങ്ങോട്ടുണ്ട് മൊത്തത്തിൽ ഹിസാബില്ലാതെ പോകണം. മൊത്തത്തിൽ ഹിസാബില്ലാതെ പോകുന്ന വക്കുലുള്ള ആളുകൾ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടക്കും. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ ഹിസാബില്ലാതെ എന്ത് ചെയ്യും, സ്വർഗ്ഗത്തിൽ കടക്കും. ആരും ഒരു പകയും ഒന്നില്ലാതെ ജീവിച്ച് ഹിസാബ് മറ്റ് ദുർമന്ത്രവാദികളുടെ പുറകിലും സാഹിര്യങ്ങളുടെ പുറകിലൊക്കെ നടക്കാതെ എന്തും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലാക്കിയ ആളുകൾ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാത്ത സ്വർഗ്ഗത്ത് കൊടുക്കും. അഫ്ഇദത്തുഹും അഫ്ഇദത്തു തുയൂർ, അവരുടെ ഹൃദയങ്ങൾ പക്ഷികളുടെ ഹൃദയങ്ങളെ പോലെയാണ്. എത്ര ഉയരത്തിൽ പറന്നാലും അവർക്ക് അഹങ്കാരമൊന്നുമില്ലാത്ത സംശുദ്ധരാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നന്മകളൊക്കെ ഖബറിൽ ഒരു റാഹത്തിൽ കടക്കുക. ഖബർ എന്തായാലും കടക്കേണ്ട സ്ഥലങ്ങളാണ്. പിന്നെ ഖബറിൽ കടക്കുന്നത് ഓരോരുത്തർക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ മഹാന്മാരൊക്കെ എത്രയോ മഹാന്മാരുണ്ട്. ഒരുപാട് ഖബർ കടന്ന് ഇടങ്ങേറാവെന്ന് പറയണ്ടേ. എത്തിച്ചോക്കി, സ്വഹാബത്ത് പോട്ടെ, സ്വഹാബത്തിന്റെ ശേഷം വന്ന താബിയങ്ങള്. ഈ താബിയങ്ങളല്ലാത്ത ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ ഉണ്ടാവുമല്ലോ. താബിയങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബത്തിന്റെ കാലഘട്ടം ജീവിച്ചവരൊക്കെ താബിയങ്ങൾ എന്നില്ലല്ലോ. സ്വഹാബത്തിനെ കണ്ട് അവരോട് ദീനിയായ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ് ആരാകുക, താബിയങ്ങളാകുക. ഇപ്പൊ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അതൊക്കെ ഈ ചെയ്യേണ്ട ഒച്ച വരുന്നുണ്ട്, കുക്കറിന്റെ ഒച്ച. പിന്നെ തൗബ ചെയ്യാൻ തഹജ്ജുദ് ചെയ്യുന്നുണ്ടെങ്കിലും ഈബത്തിന് പ്രശ്നമാണ്. അതിപ്പം കഴിഞ്ഞ ആഴ്ച കൂടെ ഒരു വാർത്ത ഞാൻ അങ്ങനെ കണ്ടിരുന്നു. തഹജ്ജുദ് പള്ളിയിലെ ജമാഅത്ത് എനിക്ക് വന്നിട്ട് ഈബത്ത് നമീമത്ത് വരിക എന്നുള്ളത്, ഈബത്ത് നമീമത്ത് വരിക എന്നുള്ളതേ അത് ഒരു നല്ലതല്ല. എല്ലാ നിലക്കും ഒരു യഥാർത്ഥ ഒരു തഹജ്ജുദിന്റെ ആളത്ത് ഈബത്തും നമീമത്തും ഉണ്ടാവാൻ പാടില്ല. വ്യക്തിത്വം തന്നെ മോശമെന്നുള്ളതിൻ്റെ അടയാളാണ് ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ഇഷ്ടപ്പെടുന്ന ഒന്നാണോ നമീമത്ത് എന്ന് പറഞ്ഞാൽ? മറ്റൊരാളുടെ കുറവ് അവിടെ പോയി പറഞ്ഞ് അയാളുടെ സ്ഥാനം വേറെ ചെയ്യും. ഓക്കെ ഓക്കെ. അവിടെ എന്താ വെച്ചാല് അങ്ങനത്തെ ഇടങ്ങളിൽ, കാരണം സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അത് ബഹുമാനപ്പെട്ട ഇമാം
ഗസാലി റഹ്മത്തുള്ളയൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയ ഒരു സ്ഥലമാണ് ഇഖ്തിലാത്ത്. ജനങ്ങളോട് ഇടപഴകി ജീവിക്കുന്ന ആൾ. കാരണം നല്ല കൂലി കിട്ടുന്ന സ്ഥലമാണ്. കൂലി കിട്ടുന്ന സ്ഥലങ്ങളാണ്. ജനങ്ങളോട് കൂടിയിട്ട് ജീവിക്കുക, നന്മ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു സംഘടനാ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്, നിങ്ങളെ കേൾക്കാൻ ഒരു 40 ആളുണ്ട്, നിങ്ങളാണ് സ്വാഗതം. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങളെ സ്വാഗത ഭാഷണത്തിൽ ഈ മാസത്തിലാണെങ്കിൽ പരിശുദ്ധ ഷഹബാൻ്റെ ഒരു മഹത്വം പറഞ്ഞ് ആ 40 ആളിലേക്ക് എത്തിച്ച്, നിങ്ങൾ പറഞ്ഞൊരു മഹത്വം കാരണമായിട്ട് ഒരാൾ അന്ന് ഷഹബാനെ ബഹുമാനിച്ചു, അല്ലെങ്കിൽ 40 ആളും അന്നത്തെ ദിവസം ഷഹബാനെ ബഹുമാനിച്ചു, അവരെ മനസ്സിലൊരു ആദരവ് ഉണ്ടാകുമ്പോൾ എത്ര പുണ്യമാണ് നിങ്ങൾക്ക് കിട്ടിയത്. അത് നിങ്ങൾ റൂമിൽ മാത്രം ഇരുന്നാൽ കിട്ടൂല. സംഘടനാ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സംഘടനയിൽ ഒരു ഔദ്യോഗിക സ്ഥാനത്ത് വന്നുകൊണ്ട് നിങ്ങളെ കേൾക്കാൻ 80 ചെവികൾ വന്നത് കൊണ്ടാണ്. 80 ചെവികൾ നിങ്ങളെ കേൾക്കാൻ വന്നത് എന്താ? ഈ പ്രസ്ഥാനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ സ്ഥാനത്തിൻ്റെ പേരിലാണ് 80 ചെവികളിലേക്ക് നിങ്ങൾ നന്മ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ കിട്ടിയ അവസരം വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നന്മ ചെയ്യാനുള്ള വലിയ അവസരം കിട്ടുന്ന സമയത്ത് അത് പാഴായി പോവാതിരിക്കാനും അതിൽ തിന്മ കലരാതിരിക്കാനും ആ നന്മ നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് വളരെ വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ പ്രസംഗിക്കുന്ന സമയത്ത് എണിച്ചിരിക്കുന്ന സമയത്ത് ലോകമാനം ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ള ആളുകളെക്കാൾ ഞാൻ കേമനായി എന്നുള്ള കിബറുണ്ടാവാൻ പാടില്ല. തൻ്റെ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ ഫഹ്റ് കാണിക്കാനും ഞാൻ ഉഷാറാണെന്നുള്ള ഉജുബുണ്ടാവാനും അവിടെ പാടില്ല. മറ്റുള്ളവരെ ഗെയ്ത്തുന്ന സംഗതികളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് അത് ശ്രദ്ധിക്കണം. കാരണം അവിടെ ഇതൊന്നുമില്ലെങ്കിൽ കിട്ടുന്ന പ്രതിഫലം ഒരിക്കലും റൂമിലിരുന്നാൽ കിട്ടൂല. കാരണം ഒരാൾ നന്മയിലാവുക എന്നുള്ളത് ഈ ദുനിയാവും അതിലടങ്ങിയതും കിട്ടുന്നതിനേക്കാൾ നമുക്ക് ഉത്തമമാണെന്ന് തിരുനബി പറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അപ്പം എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് കഷ്ടപ്പെടണം. അപ്പം അങ്ങനെയുള്ള ആ പൊസിഷനിലെ ആളുകൾ നല്ലോണം നോക്കണം. ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എത്ര വലിയ നേതാക്കന്മാരെ വേദിയിലിരുത്തിക്കൊണ്ട് ഉസ്താദ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എത്ര ആളുകൾ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ആരോടും ചൂടാവാതെ എല്ലാവരോടും കൃത്യമായി ഒതുങ്ങി നിന്ന് പറയാ. നമ്മുടെ നീലഗിരി ജില്ലയിലെ ഒരാൾ വേറെ ആ മൂലയിൽ നിന്ന് അവർ കഷ്ടപ്പെട്ടുകൊണ്ട് ഇതര പ്രസ്ഥാനത്തോടൊക്കെ മല്ലടിച്ചുകൊണ്ട് ഒരു പള്ളി ഉണ്ടാക്കിയവർ. എന്നിട്ട് ഉസ്താദിനെ അതിൻ്റെ ഉദ്ഘാടനം അറിയിക്കാനും ക്ഷണിക്കാനും വേണ്ടിയിട്ടും അവരിന്ന് പോയി. അപ്പോയിൻമെൻ്റ് എടുത്തു. ഇന്ന് തിങ്കളാഴ്ച രാവിലെ സുബഹി കഴിഞ്ഞ ഉടനെ എത്തി. അവൻ നീലഗിരിയിൽ നിന്ന് രാത്രി സാധുക്കൾ വണ്ടിയെടുത്ത് കൊടും തണുപ്പത്ത് മർക്കസിലേക്ക് എത്തി. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദിനോട് വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഒരിക്കൽ നിങ്ങളെ പള്ളിക്ക് ആരും അറിയാതെ ഞാൻ വരണ്ട, ആരോടും പറയാതെ ഞാൻ വന്ന് നിങ്ങളെ പള്ളി കാണണ്ട് എന്ന് എന്ത് ചെയ്തു? ഉസ്താദ് അവരോട് പറഞ്ഞു. ഇത്രയും തിരക്കുള്ള ഉസ്താദ് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ഉദ്ഘാടനം നടത്തിക്കോളി എന്ന് പറഞ്ഞു ഒഴിവാക്കിയില്ല. മറിച്ച് അവരാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നോട് പങ്കുവെച്ചു, ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്? ആരും കാണാതെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു? പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, ആ കൈകാര്യം ചെയ്യാൻ പഠിക്കുകയാണത്. എല്ലാവരും ഒരുമിച്ച് ചേർത്താൻ പഠിക്കുക. അപ്പോൾ അതുപോലെ തന്നെ കൂടി ജീവിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള അമലുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന സംഗതികളെ വളരെ ഗൗരവതരമായി നമ്മൾ ഇടപഴകണം. എല്ലാവരെയും ചേർത്ത് നിർത്തണം. എല്ലാ പ്രവർത്തകർക്കും ഒരേ സ്വഭാവമായിക്കൊള്ളുന്നുണ്ടാവില്ല. ഓല് പഠിച്ചു വന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയാകും. ചിലപ്പോൾ ജന്മനാ നല്ല സ്വഭാവമുള്ള ആളുകളുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ള ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ പറയുന്നുണ്ട്, ജന്മനാ ഒതുക്കുള്ള ആളേക്കാരം. ആടുംകുട്ടി അങ്ങനെയാണ്, പക്ഷെ നായ അങ്ങനെയല്ല. സിംഹം തീർത്തും അങ്ങനെയല്ല. പുലിയെയും സിംഹത്തെയും ഒതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ഹൈന അങ്ങനെയല്ല, അതിനെ ഒതുക്കി വളർത്തിയ ആളുകളില്ല. എന്നാൽ ആടിനെ മരിക്കേണ്ട ആവശ്യം ആരെ സംബന്ധിച്ചില്ല. നാട്ടാനനെ സിമ്പിളായി മരിക്കാം, കാട്ടാനനെ മരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ വൈവിധ്യങ്ങളായ സ്വഭാവങ്ങളുണ്ടാകും. ചിലപ്പോൾ ഏതെങ്കിലും അവരുടെ നാടിൻ്റെ സ്വഭാവം സംഘടനാ പ്രവർത്തകരിലേക്കുണ്ടാകും. ചിലപ്പോൾ നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും നല്ല ദീനിയായ പാരമ്പര്യമുള്ള ഒരാളുടെ മകനായിട്ടാണ് അദ്ദേഹം വന്നത്. ഏട്ടന്മാരും അനിയന്മാരും അളിയന്മാരൊക്കെ മൂല്യരാ. ഇവനൊരു പെൻസിൽ എടുക്കുന്ന പ്രവർത്തന, ഓനെ വല്ലാണ്ട് മരിക്കേണ്ടി വരില്ല, ഓൻ ഓൾറെഡി മെരുങ്ങിയിട്ടായിക്കാരം. അപ്പോൾ അവിടെയൊക്കെ നല്ല ഹിക്മത്ത് സ്വീകരിച്ച് ഇത് നമ്മുടെ നന്മയുടെ അവസരമാണ്, അപ്പോൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് കൂലി കുറേ കിട്ടും. അത് ഹദീസിലുണ്ട്, സമൂഹത്തിൻ്റെ കൂടെ ജീവിച്ചു അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രതിഫലം കിട്ടും. അപ്പോൾ എന്തൊക്കെ പ്രതിഫലം കിട്ടി? ഒന്ന് ഇവന് പ്രസംഗിച്ച പ്രതിഫലം കിട്ടി,
മറ്റുള്ള ആളുകൾ അത് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടി. അവരെ ബുദ്ധിമുട്ടുകളെ മോശം പിന്നെ ആക്റ്റീവ് അല്ലാത്ത പ്രവർത്തകരോട് ക്ഷമയോടുകൂടെ നിന്നിട്ടൊക്കെ കിട്ടുന്ന പ്രവർത്തനവും കിട്ടി. ചില ആളുകൾ സംഘടന വരെ വിട്ടുപോകാൻ കാരണം ചില നേതാക്കന്മാരുടെ പിന്നെ മോശപ്പെട്ട സ്വഭാവം. ഞാനൊക്കെ സംഘടനയിലൊക്കെ ആവറേജ് വർക്ക് ചെയ്യേണ്ട എൻ്റെ ഫീൽഡ് അനുസരിച്ച് എനിക്ക് ഫുൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഇവരുടെ കുറച്ച് പ്രവർത്തനങ്ങൾ അധികം അഹങ്കാരങ്ങളാണ്, ഈഗോ ആണ് താഴേക്കിടയിലുള്ള പ്രവർത്തകരോടും അല്ലെങ്കിൽ എപ്പോഴും സംഘടനയിൽ ആക്റ്റീവാക്കാൻ പറ്റാത്ത പ്രവർത്തകരോടും ആക്റ്റീവാകുന്ന ചില പ്രവർത്തകർ കാണിക്കുന്നത്. അത് നഷ്ടക്കച്ചവടമാണ്. അപ്പം അങ്ങനെ ഉള്ള പ്രവർത്തകരൊക്കെ അതുകൂടെ സൂക്ഷിക്കുക. അതിനാണ് പ്രവർത്തകർക്കൊക്കെ തസവുഫിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉസ്താദുമാർ എടുത്തു കൊടുക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആത്മീയമായി നമ്മൾ നല്ല കവചം അണിഞ്ഞ് നിൽക്കുന്ന സമയത്ത് കൂലി കൂലിയില്ലാതെ പോകണില്ലല്ലോ. ഒരാളെ ബുദ്ധിമുട്ട് സഹിച്ചാൽ കൂലിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇല്ല, അത് നമുക്ക് കൂലി ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു. ഭർത്താവിനെ സഹിക്കുന്ന ഭാര്യയ്ക്ക് ആസിയ ബീവിൻ്റെ പ്രതിഫലം കിട്ടുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. ഭർത്താവിൻ്റെ ശല്യങ്ങളെ സഹിക്കുന്ന ഭാര്യയ്ക്ക് എത്ര വലിയ പ്രതിഫലങ്ങളാണ് കിട്ടുക. ഉമ്മയെ സഹിക്കുന്ന സൽസ്വഭാവിയല്ലാത്ത ഉമ്മയെയും ഉപ്പയെയും സഹിക്കുന്ന മകനക്ക് കിട്ടുന്ന എന്താണ്? സ്വർഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അപ്പം ആ സഹിക്കുന്നതിലും നമ്മൾ റെഡിയാവണം. അള്ളാഹു തുണക്കോട്ടെ. അപ്പോൾ ഖബർ ഒരു താൽക്കാലികമായൊരിടം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നേരത്തെ പറഞ്ഞത്. ഇപ്പം നോക്കി, താബിഈങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളുണ്ടാവും. അപ്പോൾ ഇത് മുസ്ലിങ്ങളായ ആളുകളേക്കാരം ഓല് ഖബർ കടന്നപ്പോൾ 1400 വർഷം ഇങ്ങനെ ഖബർ കിടക്കില്ല. അവരെ സംബന്ധിച്ച് ഒന്ന് കൺ തുറക്കണ മാതിരിയേക്കാരം. ഇമാമുന ഷാഫി റഹിമത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള വലിയ മഹത്തുക്കളായ ആളുകൾക്ക് ഖബറിൽ ഒന്ന് കൺ തുറക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഓലിപ്പോൾ മരിച്ച അന്ന് മറവ് ചെയ്ത അന്ന് ഇനിയിപ്പോൾ സൂറിന് കാലത്തിങ്ങനെ ഉടക്കുന്ന മാതിരി. നമുക്ക് ചില സമയത്തുണ്ടാവുമല്ലോ, നമ്മൾ പകലൊന്നും അധികമൊന്നും ഉറങ്ങി തീർക്കൊന്നും ചെയ്യാതെ രാത്രി അത്യാവശ്യം ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വൃത്തിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച്, പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച്, ശരീരത്തിൽ ആവശ്യമായ വെള്ളമൊക്കെ ചെന്ന് നിസ്കാരവും ദിക്കറൊക്കെ ചൊല്ലിയിട്ട് നമ്മളൊന്നായിട്ട് കടന്നു കഴിഞ്ഞാൽ അലാറം അടിക്കുന്ന സമയത്ത് ഉണരുമ്പോൾ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് ഉറങ്ങിയ മാതിരി തോന്നുന്നുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിലോ വെള്ളം ഫുള്ളാണ്, പെട്ടെന്ന് ദഹിക്കുന്ന ഫുഡ് വെള്ളം കഴിച്ചിട്ടുള്ളത്. പകലൊക്കെ കുറേ ഉറങ്ങി തീർത്തിട്ടുമുണ്ട്. നിസ്കാരം കാര്യങ്ങളൊന്നും മട്ടത്തിലില്ല. ഉളു ഒന്നുമില്ല. ആയത്തുൽ കുർസി നോതാതെ കടന്നു വെച്ചാൽ അവൻ്റെ രാത്രി കാളരാത്രിയേക്കാരം. എത്രയോ സമയം അവിടെ ബെഡിൽ ചിലവഴിച്ച മാതിരി ഉണ്ടാവും. റാഹത്തായിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് ദുനിയാവുന്ന തന്നെ ആ ഉറക്കിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് അനുഭവങ്ങൾ പലപ്പോഴും എന്താക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. സ്വലാത്ത് ചൊല്ലി തന്നെ കടന്നു നോക്കൂ, നല്ല വയൽ തന്നെ കേട്ട് കടന്നു നോക്കൂ, നമ്മൾ ഉറങ്ങിയത് ഉണരുന്നത് എന്താവില്ല അറിയില്ല. എന്നതുപോലെ നല്ല റാഹത്തായ രൂപത്തിൽ സ്വാലിഹായ മരണം വരിച്ച മഹാന്മാർ അവരിപ്പോൾ ഖബറിൽ ഉറങ്ങിയേക്കാരം. അവരോടാണ് മലക്കുകൾ വന്ന് പറയുന്നത്, നം കനൗമത്തിൽ അറൂസ്, വധുവിനെക്കാത്ത് മണിയറയിൽ കിടക്കുന്ന പുതുമാരനെ പോലെ ഉറക്കം വരാത്ത ഉറങ്ങടോ എന്ന് പറയുന്നത്. വരനു ആദ്യം മണിയറയിൽ കയറിയ വരൻ വധു വരുന്നത് കാത്തു നിന്നുകൊണ്ട് അവൻ ഗാഠനിദ്രയിലേക്ക് പോകുമോ? ഇല്ല, ഇപ്പോൾ വാതിൽ മുട്ടുന്നു, ഇപ്പോൾ ഉണരാം എന്നുള്ള ആ ഒരു ശുഭപ്രതീക്ഷയോടെ കിടക്കുന്ന പുതുമാരനെ പോലെ കടക്കാൻ മലക്കുകൾ വന്ന് പറയുന്ന ഭാഗ്യവാന്മാർ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്കും ആ ഭാഗ്യം ലഭിക്കുമാറാട്ടെ. അതുകൊണ്ടാണ് ഉസ്താദുമാരൊക്കെ മയ്യത്തിന് വേണ്ടി ഖബറിൽ ദുആ ചെയ്യുന്ന സമയത്ത് നം കനൗമത്തിൽ അറൂസ് എന്ന് പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതകാലത്ത് തിന്മകളും ഈബത്തുകളൊന്നുമില്ലാതെ ഖബറിൽ ഉപകരിക്കുന്ന നന്മകൾ ചെയ്ത ആളുകളൊക്കെ ഖബർ അവർക്ക് ഒരു മണിയറ മാത്രമാണ്.